സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധാകർ മംഗളോദ് എഴുതിയ നോവൽ ഗിരകപ്രവേശം തുടരുന്നു. ഭാഗം 4. നിലത്ത് വയ്ക്കാതെ വളർത്തിയ കുട്ടിയാ. നാട്ടിൻപുറത്തെ രീതികളൊന്നും അതിന് പിടിക്കില്ല. അതിനൊരു സങ്കടമുണ്ടാവാൻ ഇടവരുത്തരുതെന്ന് ഞാനിവിടുത്തെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. സുന്ദരി മാമിയുടെ വാക്കുകൾ മുഖസ്തുതിയാണോ ആത്മാർത്ഥതയാണോ എന്ന് തിരിച്ചറിയാൻ രേവയ്ക്ക് പ്രയാസമായി. എങ്കിലും സമാധാനിച്ചു. അവരെന്തിന് തന്നെ സ്തുതിക്കണം? വിനുവിൻ്റെ ഒരു ബന്ധുവെന്നതിൽ കവിഞ്ഞ് അവർക്ക് ഈ വീടുമായി ഒരു ബന്ധവുമില്ല. തൻ്റെ യാതൊരു ഔദാര്യവും സൗജന്യവും അവർക്ക് ആവശ്യമില്ല. വിനയന് ഞങ്ങളുടെ ഉമയുടെ കാര്യത്തിൽ ചെറിയൊരു താല്പര്യമുണ്ടായിരുന്നതാ. രേവയുടെ പുരുകങ്ങൾ ഞെളിഞ്ഞു വരുന്നത് സുന്ദരിമാമി കണ്ടതായി നടിച്ചില്ല. എനിക്കോ അവളുടെ അച്ഛനോ വിരോധം പറയാൻ പറ്റുമോ? സ്വന്തം മരുമകനല്ലേ. പക്ഷെ ഉമ്മക്കുട്ടി തീർത്തു പറഞ്ഞു അവൾക്ക് വിനയേട്ടനെ വേണ്ടെന്ന്. ആരാ ഉമ? രേവ ആദ്യമായി ശബ്ദിച്ചു. അവളുടെ സ്വരം വല്ലാതെ വിറച്ചു. ഞങ്ങളുടെ മൂത്ത മകൾ. ഞങ്ങളുടെ മോളാകുമ്പോൾ വിനയൻ്റെ മുറപ്പെണ്ണാണല്ലോ. എന്താ ഉമ്മയ്ക്ക് വിനയനെ ഇഷ്ടമില്ലാതെ പോയത്? അതിപ്പോൾ സുന്ദരിമാമി ഒന്നറച്ചു. ഡോക്ടർ IAS വേണമെന്ന് അവളുടെ ആശ. പിന്നെ രക്തബന്ധമാകുമ്പോൾ അതും ഒരു ദൂഷ്യാണ്. പിന്നീട് വിനയൻ രേവമോളിലേക്ക് ചാഞ്ഞത്. രേവയുടെ മുഖം അപമാനം കൊണ്ടും ആത്മരോഷം കൊണ്ടും വിവരണമായി. കുട്ടനും മീനുവിനും പണം മതി, അതല്ലേ കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത് വന്ന് ക്ഷമ ചെല്ലാൻ വരെ തുനിഞ്ഞത്. കമന്ന് കിടന്ന കാൽ പണന്ന കുട്ടന് പണത്തിന് വേണ്ടി ആരുടെയും കാല് നക്കും, എന്തും ചെയ്യും. പിന്നെന്താ, മീനും കുട്ടനും വരയ്ക്കണ വരയ്ക്കപ്പുറം വിനയം നടക്കില്ല. അപ്പോൾ പിന്നെ കുട്ടിയുടെ സ്വത്തൊക്കെ അവർക്ക് തന്നെ കൈകാര്യം ചെയ്യാനോ? അതാ ബുദ്ധി. മീനുവിൻ്റെ ഭരണമാ ഇവിടെ. അവൾ അറിയാതെ ഇവിടെ ഒരു ഇല അനങ്ങില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ മരുമക്കളാ എന്ന് വെച്ച് ഒരന്യ കുട്ടി അപകടത്തിലാക്കുന്ന കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കാനൊന്നും എന്നെ കിട്ടില്ല. പറഞ്ഞ് എന്തൊക്കെയാ പറയുന്നതെന്ന് പോലും സുന്ദരിമാമിക്ക് നിശ്ചയമില്ലാതായി. തൻ്റെ മകളിരിക്കേണ്ട സ്ഥാനത്ത് രേവയെ മനസമാധാനത്തോടെ ഇരുത്തരുതെന്ന് മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. തൻ്റെ മോളെ തട്ടിയെറിഞ്ഞ മരുമകനോടാണെങ്കിൽ തീർത്താൽ തീരാത്ത പകയും. ഒടുവിൽ രേവയുടെ ഏങ്ങലടി കേട്ടപ്പോഴാണ് അവർക്ക് സമാധാനമായത്. അയ്യോ, മോള് കരയുവാണോ? കരയല്ല വേണ്ടത്, അവനവൻ്റെ കാര്യം നോക്കി നിൽക്കുക വേണ്ടത്. എൻ്റെ കുട്ടികളെപ്പോലെയാണ് എനിക്ക് മോളും. അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറഞ്ഞത്. മീന് വലിയ സ്നേഹം നടിച്ചെന്ന് വരും. കുട്ടികളില്ലല്ലോ. വയസ്സുകാലത്തെങ്കിലും നിങ്ങളുടെ തുണ വേണ്ടി വരും. പക്ഷെ ഉള്ളിലിരിപ്പ് എന്താണെന്നറിയോ? എല്ലാവരെയും അവൾക്ക് ഭരിക്കണം. വാതിൽക്കൽ ആരുടെയോ ശബ്ദം കേട്ടതോടെ സുന്ദരിമാമി ഒന്ന് നിർത്തി. പിന്നെ തിടുക്കത്തിൽ രവിയുടെ കാതിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടാ ഇതൊക്കെ അറിഞ്ഞതെന്ന് വരരുത്. ഇവരെ പേടിച്ചിട്ടല്ല. ഇവരുടെ മാമൻ അറിഞ്ഞാൽ എനിക്ക് പിന്നെ സ്വൈര്യം തരില്ല. അദ്ദേഹം ഒരു ശുദ്ധനാണേ. ചായ ഗ്ലാസും എടുത്ത് സുന്ദരിമാമി വേഗം പുറത്തു കടന്നു. അന്ന് തന്നെ ശേഖരമാമനോടൊപ്പം അവർ സ്ഥലം വിടുകയും ചെയ്തു. ഉള്ളിൽ നിറഞ്ഞു പുതയുന്ന ചാരിതാർത്ഥ്യത്തോടെ രവി എന്ന പെൺകുട്ടിയുടെ മനസ്സ് തകർക്കാൻ കഴിഞ്ഞുവല്ലോ. കത്തിജ്വലിച്ച് കുടുംബത്തെ ഇല്ലാതാക്കാൻ പോകുന്നൊരു തീപ്പൊരി അവളുടെ ഉള്ളിൽ നിക്ഷേപിക്കുവാനും കഴിഞ്ഞല്ലോ. അനുഭവിക്കട്ടെ അഹങ്കാരികൾ. ഇതായിരുന്നു സുന്ദരിമാമിയുടെ ഭാവം. സുന്ദരിമാമി പോയ ഉടൻ കിടക്കിയിൽ കമിഴ്ന്ന് വീണതാണ് രേവ. അവൾക്ക് എല്ലാവരോടും വെറുപ്പായി, വിനയനോട് പോലും. മോങ്ങിക്കൊണ്ടിരുന്ന നായിയായിരുന്നു. തലയിലൊരു തേങ്ങാ കൂടി വീണിരിക്കുന്നു. മുറപ്പെണ്ണിനെ കിട്ടില്ലെന്ന് കണ്ടപ്പോഴാണത്രേ തന്നോടടുത്തത്. അതായിരുന്നു അവളെ ഏറ്റവും ഉലച്ചത്. അപ്പോൾ തൻ്റെ സ്ഥാനമെന്ത്? സ്റ്റെപ്പിനി, പകരക്കാരി. വിനയൻ അരികിലെത്തി അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. വേണ്ട, എന്നെ തൊടണ്ട. അവൾ കുതറി. എല്ലാവരും ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നല്ലേ? എൻ്റെ അച്ഛൻ്റെ പണം മോഹിച്ച്. ഇതിനായിരുന്നോ ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും യുദ്ധം ചെയ്ത് ജയിച്ചത്? പകരക്കാരിയാവാൻ വേണ്ടി. അവൾ ഉറക്കെ ഏങ്ങലടിക്കാൻ തുടങ്ങി. വിനയനൊന്നും മനസ്സിലായില്ല. രേവ, നിനക്ക് എന്ത് പറ്റി? അത് പറ. ഞങ്ങൾ പാവങ്ങളാണ്. ഈ വീടും പരിസരവും നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. എങ്കിൽ അത് പറഞ്ഞോളൂ. നിൻ്റെ അപ്പൻ്റെ പണം മോഹിച്ചാണ് ഞാൻ നിന്നെ വിവാഹം ചെയ്തതെന്ന് മാത്രം പറയരുത്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ വിവാഹത്തിൻ്റെ ആദ്യ ദിനം തന്നെ നമ്മൾക്ക് പിരിയേണ്ടി വരും. പിരിയാം, എനിക്കൊരു വിരോധവുമില്ല. രേവ പൊട്ടിത്തെറിച്ചു. മുറപ്പെണ്ണുണ്ടല്ലോ, ഏതോ ഒരു ഉമ. അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നോക്ക്. അവളെ കിട്ടില്ലെന്ന് കണ്ടപ്പോഴല്ലേ എന്നിലേക്ക് ചാഞ്ഞത്? വിനയൻ ചിരിച്ചുപോയി. ഉമയെ കിട്ടില്ലെന്ന് കണ്ടപ്പോഴാണ് നിന്നിലേക്ക് ചാഞ്ഞതല്ലേ? ഗുഡ്. അങ്ങനെ അവളെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ലല്ലോ. ആഗ്രഹിച്ചോ ഇല്ലയോ എന്ന് സുന്ദരിമാമി പറഞ്ഞേക്കണോ? വിനയൻ പരിഹാസത്തിൽ അവളെ നോക്കി മുഖമിളക്കി. അപ്പോൾ അതാണ് കാര്യം. ആ സ്ത്രീ കുത്തിവെച്ച വിഷം അതേപടി നിന്നിൽ വ്യാപിച്ചു. എനിക്കറിയാം. തരം കിട്ടിയാൽ അവർ എവിടെയും സ്വന്തം വിഷപ്പല്ലേർക്കാൻ മടിക്കില്ല. അപ്പോൾ അവരുടേതായി കുറ്റം. രേവ, വലിയ പരിഷ്കാരം നീ പ്രസംഗിക്കുന്നുണ്ടല്ലോ. എന്നിട്ടിപ്പോൾ ഒരു നാടൻ പെണ്ണിനേക്കാൾ മോശമായാണ് നീ സംസാരിക്കുന്നത്. നിനക്കിപ്പോഴും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഏട്ടനോടും ഏട്ടത്തിയമ്മയോടും ചോദിച്ചു നോക്ക്. സുന്ദരിമാമയുടെ പെൺമക്കൾ ഇവിടെ വന്നാൽ ഞാൻ എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളതെന്ന്.
എനിക്കാരോടും ചോദിക്കണ്ട, പ്രത്യേകിച്ച് വിനുവിൻ്റെ ഏട്ടനോടും ഏട്ടത്തിയമ്മയോടും. വിനുവിന് അവർ ദൈവമായിരിക്കും, എനിക്കവർ ആരുമല്ല. അത് കേട്ടുകൊണ്ടാണ് കുട്ടേട്ടനും മീനുവേട്ടത്തിയും എത്തിയത്. വിനയൻ്റെ മുറിയിൽ നിന്ന് ഉറച്ചുള്ള സംസാരം കേട്ടപ്പോഴേ കാതോർത്തു. ആദ്യ ദിവസം തന്നെ ഒരു വാഗ്വാദത്തിൻ്റെ വഴക്കിൻ്റെ കേളി. കുട്ടേട്ടന് അത്ഭുതം തോന്നി. മീനുവേട്ടത്തിക്ക് ആദ്യമായിരുന്നു സ്വന്തം ഇഷ്ടപ്രകാരം ഒരുമിച്ച കുട്ടികൾ. എന്നിട്ട് എന്തു പറ്റി മോളെ? മീനുവേട്ടത്തി തിരക്കി. ഇവൻ എന്താ നിന്നോട് പറഞ്ഞത്? വല്ല പൊട്ടത്തരവും പറഞ്ഞ കുട്ടിയെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. ഒരു കഥയില്ലാത്ത ചെക്കനാ കേട്ടോ, ക്ഷമിച്ചു കള. മീനുവേട്ടത്തി അരികിലെത്തി ദേവിയുടെ ചുമലിൽ തൊട്ടു. പെട്ടെന്ന് അവൾ ഒഴിഞ്ഞു മാറി. മീനുവേട്ടത്തി ജാള്യതയിൽ വിളറി. അപ്പോൾ വിനയൻ അംഗീകരിച്ചു. സുന്ദരിമാമി കണക്കിന് വിഷം കുത്തിവെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ആ പെണ്ണിനെ കിട്ടില്ലെന്ന് കണ്ടപ്പോഴാണത്രേ ഞാൻ രേവയിലേക്ക് ചാഞ്ഞത്. അവൻ്റെ വാക്കുകളിൽ സങ്കടവും രോഷവും തുളുമ്പി. അത്രയുള്ളോ? കുട്ടേട്ടൻ അത് ചിരിച്ചു തള്ളി. ഈ സംശയം ഞാൻ തീർത്തു തരാലോ. ഉമ്മ വിനയനെപ്പറ്റി തിരക്കിക്കൊണ്ട് വീനുവിനയച്ച കത്തുകൾ കാണണോ? വിനിക്കുട്ടനെ കൊണ്ട് ഉമ്മയെ വിവാഹം ചെയ്യിപ്പിക്കണമെന്ന ആഗ്രഹവുമായി ശേഖരമാമൻ എനിക്കെഴുതിയ കത്തുകൾ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. കുട്ടിക്ക് കാണണോ? അത് വായിച്ചാൽ ആരെയാണ് കിട്ടാതെ പോയതെന്ന് മനസ്സിലാവും. രേവ വിശ്വസിക്കാൻ പ്രയാസപ്പെട്ടെന്നോണം കുട്ടേട്ടനെ നോക്കി. കുട്ടേട്ടൻ്റെ ചുണ്ടിൽ അപ്പോഴും പുഞ്ചിരി തത്തി നിന്നു. സാരമില്ല, സുന്ദരിമാമയ്ക്ക് അല്പം ഏഷ്ണയുടെ അസ്കിതയുള്ളതാണ്. ഇനി അടുത്ത ഓണത്തിനേ ഇവിടേക്ക് വരൂ. വിനയൻ്റെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി വരാതിരിക്കാനും മതി. രേവയ്ക്ക് ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കരുത് എന്നറിയാതെയായി. സുന്ദരിമാമി പറഞ്ഞതാണോ അതോ ഇവർ പറയുന്നതോ? ഇവർ ഏട്ടനും ഏട്ടത്തി അനിയൻ്റെ ഭാഗം ന്യായീകരിച്ച് പറയുന്നതായി കൂടെ? അവൾ കുഴങ്ങി. ആദ്യ രാത്രി കിടക്കയിൽ അവളൊരു തണുത്ത പാവയായിരുന്നു. രേവയുടെ നിർവികാരത വിനയനെയും തളർത്തി. ജീവിതത്തിലെ ആദ്യ സ്ത്രീ എന്നാൽ ഇണയെന്നാൽ ഇത്രയുമേ ഉള്ളോ? ഈ ഉറഞ്ഞ തണുപ്പ്. അവന് സംശയമുണ്ടായി. ഒരുപക്ഷെ പുതിയ വീടും പരിസരവും രേവയെ അമ്പരിപ്പിച്ചിട്ടുണ്ടാകും. പൊരുത്തപ്പെട്ടു വരാൻ അവൾക്ക് സമയം വേണ്ടിവരും. ഒരു കൊച്ചു കുട്ടിയോടെന്ന പോലെ വാത്സല്യത്തോടെയാണ് അവൻ പെരുമാറിയത്. അപരിചിതമായ കാര്യങ്ങൾ ഏറ്റവും മൃദുമായ ഭാഷയിൽ പറഞ്ഞു കൊടുത്തു. എന്നിട്ടും അവനോട് തൊട്ടുകിടക്കെ തന്നെ അവളുടെ മനസ്സ് നീണ്ട അകലം പ്രാപിച്ചു. പുതിയ ആളുകൾ, പുതിയ ചുറ്റുപാട്. ഇവിടുത്തെ മനുഷ്യരുടെ മനസ്സുകൾ പോലെ തന്നെ ഇടുങ്ങിയ മുറികൾ. അവയിൽ പഴമയുടെ മണം തങ്ങി നിൽക്കുന്നു. പരിമിതമായ ഗൃഹോപകരണങ്ങൾ. ആ കിടക്ക പോലും അവൾക്ക് സന്തോഷം നൽകിയില്ല. ഫാനില്ലാത്ത മുറിയിൽ പുഴുക്കം കൊണ്ട് അവൾ ശ്വാസം മുട്ടി. എങ്കിലും പരാതിപ്പെടാൻ അവൾ ഇഷ്ടപ്പെട്ടില്ല. എല്ലാം വിനു മുമ്പേ പറഞ്ഞിരുന്നതാണ്. പരാതിപ്പെട്ടാൽ ഒരുപക്ഷെ വിനു ചോദിച്ചെന്ന് വരാം. നിർബന്ധപൂർവ്വം ഈ ബന്ധത്തിന് മുൻകൈ എടുത്തയാൾ രേവയല്ലേ? എൻ്റെ അവസ്ഥകൾ അറിഞ്ഞ് അന്നൊക്കെ ഞാൻ എത്ര തവണ നിരുത്സാഹപ്പെടുത്തി. ശരിയാണ്, ചോദിച്ചാൽ ഉത്തരം മുട്ടി നിൽക്കേണ്ടി വരും. പക്ഷേ ഇനിയും കൂടുതൽ സഹിക്കാൻ വയ്യ. ഏട്ടൻ്റെയോ ഏട്ടത്തിയുടെയും കാല് തൊട്ട് തൊഴുവാനോ അവരെ പൂജിക്കാനോ തനിക്കാവില്ല. സ്വന്തം സ്വാതന്ത്ര്യത്തിൽ കൈവയ്ക്കാനും ആരെയും അനുവദിക്കില്ല. ഏട്ടനും ഏട്ടത്തിയമ്മയും സ്നേഹത്തിൻ്റെ പ്രതിരൂപങ്ങളായാണ് പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ സുന്ദരിമാമി സൂചിപ്പിച്ചതുപോലെ അത് അഭിനയമാണെങ്കിലോ? അനിയനെ അപൂർവമായേ കാണാറുള്ളൂ. ഒരു ശുണ്ഠിക്കാരൻ മട്ട്. കലാകാരനാണെന്ന് വിനു പറഞ്ഞു. തീരെ തോന്നില്ല. എന്നാൽ ഇടയ്ക്കെപ്പോഴും അവൻ വിനുവുമായി കളിതമാശകൾ പറയുന്നതും കിടക്കയിൽ കുത്തിമറിയുന്നതും കണ്ടു. തൻ്റെ നിഴൽ കണ്ടതോടെ അവൻ്റെ മുഖത്തെ കളി മാറി. ഒരന്യയുടെ മുന്നിൽ എന്ന പോലെ ഔപചാരികതയിൽ ഒതുങ്ങി നിന്നു. എന്താടാ നീ രേവയോടൊന്നും മിണ്ടാത്തത്? വിനു ചോദിച്ചപ്പോൾ അവൻ പിശുക്കി ചിരിച്ചു. എന്നാണിനി ഏട്ടത്തിയമ്മ ഞങ്ങൾക്കൊരു കപ്പ് ചായ ഉണ്ടാക്കി തരുക? അവൻ്റെ ആദ്യ ലോഹ്യം. ഏട്ടത്തിയമ്മ എന്ന വിളിയോട് മുഷിവ് തോന്നി. ഏട്ടത്തിയമ്മ എന്നാൽ മീനുവേട്ടത്തി പോലെ വളരെ പ്രായം കൂടിയ സ്ത്രീയുടെ സങ്കല്പമാണ് ഉണ്ടാവുക. അനിയനാണെങ്കിൽ തൻ്റെ ഒപ്പം തന്നെ പ്രായമുണ്ടല്ലോ. എന്നാണിനി ഞങ്ങൾക്കൊരു ചായ ഉണ്ടാക്കി തരിക? ചോദ്യത്തിലെ ധ്വനിയും അസുഖകരമാണ്. ഇവരുടെ ഏട്ടത്തിയമ്മയെപ്പോലെ തന്നെയും ഇവിടുത്തെ ഒരു അടുക്കളക്കാരിയാക്കുകയാണ് ലക്ഷ്യമെന്ന് തോന്നുന്നു. സ്വന്തം വീട്ടിൽ തനിക്ക് ചായ എടുത്ത് തരും പ്രത്യേക പരിചാരകരുണ്ട്. കിടക്ക വിരിക്കാൻ വരെ ഇവിടെ വേലക്കാരേയില്ല. എല്ലാം ആ സ്ത്രീയാണ് ചെയ്യുന്നത്. രണ്ടാം രാത്രി അത്താഴം കഴിച്ച് എഴുന്നേൽക്കുമ്പോൾ വിനു ഓർമ്മിച്ചു. രേവ, ആ പാത്രം കഴുകി വെക്കണേ. ഇവിടെ വേലക്കാരില്ലെന്നറിയാമല്ലോ. മീനുവേട്ടത്തി വേണം എല്ലാം ചെയ്യാൻ. ഏട്ടത്തിയെക്കൊണ്ട് പാത്രം കഴിക്കുന്നത് ശരിയല്ല. വിളറിപ്പോയി. ഇതുവരെ ഇതേ മീനുവേട്ടത്തി തന്നെയല്ലേ ഇവിടെ എല്ലാവരുടെയും പാത്രങ്ങൾ കഴുകിയത്. ഇപ്പോൾ താൻ കൂടി വന്നപ്പോൾ പതിവ് തെറ്റി. കുട്ടേട്ടൻ്റെയും വിനുവിൻ്റെയും അനിയൻ്റെയും പാത്രങ്ങൾ അവർക്ക് കഴുകാം. താൻ മാത്രം അന്യ. വേണ്ടാട്ടോ രേവേ, ഞാൻ കഴുകിക്കോളാം എന്ന് പറഞ്ഞ് മീനുവേട്ടത്തിൽ എച്ചിൽ പാത്രത്തിൽ കടന്നു പിടിച്ചതാണ്. വിനു സമ്മതിച്ചില്ല. കുട്ടേട്ടൻ്റെയും വിനുവിൻ്റെയും അനിയൻ്റെയും പാത്രങ്ങൾ അവർ കഴുകി വെച്ചു. തൻ്റെ പാത്രങ്ങൾ സ്വയം കഴുകേണ്ടി വന്നു. താൻ മാത്രം. വിനുവിന് വേണ്ടി താൻ താഴേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് കുമ്പിട്ട ശിരസിൽ വിനു തന്നെ ചവിട്ടി. മുറിയിലെത്തിയത് വിങ്ങിപ്പൊട്ടി. ഒരു സ്ത്രീയുടെ ജീവിത സാഹചര്യങ്ങളെയും കടമകളെയും കുറിച്ച് അറിയിക്കാതെ വളർത്തിയതുകൊണ്ടാണ്
രേവയ്ക്കിപ്പോൾ ഇതൊക്കെ ദുഃഖാനുഭവങ്ങളായി തോന്നുന്നത്. വിനുവിൻ്റെ സാന്ത്വനം. സ്ത്രീയെ രണ്ടാംകിട വ്യക്തിയെ കാണുന്ന പഴഞ്ചൻ മാമൂലുകളിൽ പടുത്തുയർത്തിയ ഒരു അറപ്പുരയിലാണ് താൻ വന്നുപെട്ടിരിക്കുന്നതെന്ന് അവൾക്ക് വ്യക്തമായി. തന്നെ ആരും ഇവിടേക്ക് അയച്ചതല്ല, ആരും കൂട്ടിക്കൊണ്ടു വന്നതുമല്ല, സ്വയം പടികടന്ന് വന്നതാണ്. തന്നെ സ്നേഹിക്കുന്നവരുടെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് അതാണ് സങ്കടം. വന്നന്ന് തൊട്ട് വിനുവിനോടൊപ്പമാണ് തീന്മേശയിൽ എത്തുക. എല്ലാവരുടെയും ഊണ് കഴിഞ്ഞിട്ടാണ് മീനുവേട്ടത്തി ഇരിക്കുക. എത്ര നിർബന്ധിച്ചാലും ആ ശീലം മാറ്റില്ല. രേവ കൂടി ഏട്ടത്തിയോടൊപ്പം ഇരുന്നാൽ ഏട്ടത്തി ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരില്ലായിരുന്നു. വിനുവിൻ്റെ ഉപദേശം തന്നെ മീനുവേട്ടത്തിയുടെ ഒരു പതിപ്പാക്കി മാറ്റുവാണ് ആഗ്രഹം. വിനുവിൻ്റെ സ്ത്രീ സങ്കല്പം അതാണ്. 16-ാം നൂറ്റാണ്ടിലെ സ്ത്രീ. ഭക്ഷണസമയത്ത് പോലും പുരുഷൻ്റെ പിന്നിൽ നിൽക്കുന്നവൾ. നന്നേ ദേഷ്യം വന്നു. എഴുന്നേറ്റ് കൈ കഴുകി. തൻ്റെ മുന്നിൽ ഉപദേശം, ഏട്ടത്തി അമ്മയുടെ മുന്നിൽ ഭക്തി. അനിയനും അങ്ങനെ തന്നെ. സ്വന്തം ജീവിതം പൊലിച്ചുകൊണ്ടായാലും ആ സ്ത്രീ നേടിയെടുത്ത പ്രഭാപൂര രേവയെ അസൂയപ്പെടുത്തി. വിനു തങ്ങളുടെ കിടക്കമുറിയിലേക്കൊരു ഫാൻ വാങ്ങി. ഒരു ഇരട്ട ഫോമത്തെയും. രേവയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർത്തുകയായിരുന്നു ലക്ഷ്യം. എങ്കിലും കിടക്കയിൽ കാറ്റേറ്റ് കിടക്കുമ്പോൾ അയാൾ സങ്കടപ്പെട്ടു. ഏട്ടനും ഏട്ടത്തെയും ഫാനില്ലാത്ത മുറിയിൽ പഴയൊരു കിടക്കയിലാണ് കിടക്കുന്നത്. അനുവിൻ്റെ കിടക്കയാണെങ്കിൽ പിഞ്ഞിപ്പോയിരിക്കുന്നു. അവനുമില്ല ഫാൻ. രേവയ്ക്ക് സഹനം നഷ്ടപ്പെട്ടു. ഇങ്ങനെയുമുണ്ടോ ചെറുപ്പക്കാർ? ആറിയും മാൻ. രേവ പൊട്ടിത്തെറിച്ചു. അപ്പോഴും വിനയനോർത്തത് ഏട്ടനെയും ഏട്ടത്തിയമ്മയും അനിയനെയുമാണ്. ശബ്ദം കേട്ട് അവർ ഓടിയെത്തിയാൽ എന്തു പറഞ്ഞ് രക്ഷപ്പെടും? മീനുവേട്ടത്തി വളരെ സൂക്ഷിച്ചാണ് രേവയോട് ഇടപെട്ടിരുന്നത്. വളർന്ന സാഹചര്യം മൂലമാകണം പ്രത്യേക തരക്കാരിയായ പെൺകുട്ടി. എപ്പോഴാണ് എന്തിനാണ് പൊട്ടിത്തെറിക്കുക എന്നറിയില്ല. നിരവധി പരിചാരകരുള്ള സമ്പന്ന കുടുംബത്തിൽ നിന്ന കുട്ടിയാണെങ്കിലും അവൾ കയ്യാട്ടത്തിന് തന്നെ സഹായിക്കാനെത്തിയാൽ അത് സ്വാഗതം ചെയ്യാനുള്ള മോഹം മീനുവേട്ടത്തിക്കുണ്ടായിരുന്നു. എന്നാൽ ഒരാഴ്ച കൊണ്ട് മീനുവേട്ടത്തി മനസ്സിലാക്കി, രേവയെ അതിന് കിട്ടില്ല. മീനുവേട്ടത്തിയുടെ ദിനചര്യകൾക്ക് മാറ്റമില്ലായിരുന്നു. രാവിലെ 3 കപ്പ് കട്ടൻ ചേർക്കുന്നത് 4 ആക്കി വർദ്ധിപ്പിച്ചു. പഴയതുപോലെ അതെല്ലാവർക്കും കിടക്കയിൽ തന്നെ കൊണ്ടുചെന്ന് കൊടുത്തു. രേവയ്ക്ക് രാവിലെ കുളിക്കുന്ന ശീലമില്ല. കുളിക്കണമെങ്കിൽ നേരിയ ചൂടുള്ള വെള്ളം വേണം. അവളുടെ ഇഷ്ടമനുസരിച്ച് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നതിൽ മീനുവേട്ടത്തിക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. മോൾ, കുട്ടി എന്നീ പദങ്ങൾ മാത്രമേ അവൾക്കായി അവർ ഉപയോഗിച്ചുള്ളൂ. കറികൾ ഉണ്ടാക്കുമ്പോൾ രേവയുടെ ഇഷ്ടം കൂടി തിരക്കാൻ മീനുവേട്ടത്തി പ്രത്യേകം ശ്രദ്ധിക്കും. എന്നിട്ടും രേവയ്ക്ക് ഒന്നിലും ഒരു തൃപ്തിയും സന്തോഷവും ഉള്ളതായി തോന്നിയില്ല. ചുണ്ട് കൂർപ്പിച്ച് പിടിച്ച് ഒട്ടും രുചിക്കാത്ത മട്ടിലാണ് അവൾ ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുക. വിനുവില്ലാത്ത സമയത്താണെങ്കിൽ മീനുവേട്ടത്തിയാവും പാത്രങ്ങൾ കഴുകുക. ആദ്യ വിരുന്നിന് സ്വന്തം വീട്ടിൽ പോയി വന്നതോടെ രേവയുടെ മട്ട് കുറച്ചുകൂടി സങ്കീർണമായി. വീട്ടിൽ പോയി വന്നപ്പോൾ ഒരു വേലക്കാരിയെ കൂടി കൊണ്ടുവന്നിരുന്നു അമ്മിണി. രേവയ്ക്കുള്ള ഭക്ഷണം അമ്മിണി മുറിയിൽ കൊണ്ടുചെന്ന് കൊടുക്കും. വേലക്കാരി വന്നതോടെ എച്ചിൽ പാത്രം കഴുകുന്ന ബുദ്ധിമുട്ട് ഒഴിവായി. പലപ്പോഴും മീനുവേട്ടത്തി ഉണ്ടാക്കുന്ന ഭക്ഷണം അവൾ നിരസിച്ചു. വീട്ടിൽ നിന്നും കൊടുത്തുവിടുന്ന ബ്രെഡും ജാമും ബിസ്ക്കറ്റും കൊണ്ട് അവൾ തൃപ്തിപ്പെട്ടു. അല്ലെങ്കിൽ അമ്മിണിയെക്കൊണ്ട് ഓംലെറ്റോ ചപ്പാത്തിയോ ഉണ്ടാക്കിച്ചെടുക്കും. വിനയന് നിശബ്ദം സഹിക്കാനേ കഴിഞ്ഞുള്ളൂ. പലപ്പോഴും അവൻ പശ്ചാത്താപത്തിൻ്റെ വക്കിലെത്തി. അനിയന് പ്രതിഷേധമുണ്ടായിരുന്നു. അതവൻ്റെ മുഖത്ത് പ്രകടവുമായിരുന്നു. കുട്ടേട്ടനും മീനുവേട്ടത്തിയും പക്ഷേ സ്വന്തം മോളായി കരുതി അവളുടെ സകല വീഴ്ചകൾക്കും മാപ്പ് നൽകി. എന്നാൽ ഒരു ദിവസം ജീവിതത്തിൽ ആദ്യമായി മീനുവേട്ടത്തി പ്രതിഷേധിച്ചു. അവരുടെ ശബ്ദം ഉയർന്നു. അമ്മിണി ഒരു കുക്കറും ഹീറ്ററുമായി അടുക്കളയിലെത്തിയപ്പോൾ, എന്തിനാ ഇത്? മീനുവേട്ടത്തി തിരക്കി. ചോറുണ്ടാക്കാൻ. അതിനിവിടെ ഞാൻ അരി വയ്ക്കുന്നുണ്ടല്ലോ, നല്ല ഒന്നാന്തരം പഴയരിയുടെ നുറുങ്ങരി. രേവക്കുട്ടി പറഞ്ഞിട്ടാണ്. പറ്റില്ല. സങ്കടം കൊണ്ട് മീനുവേട്ടത്തി സ്വയം മറന്നിരുന്നു. ഞാനിത് അനുവദിക്കില്ല. ഒരു വീട്ടിൽ 2 അടുക്കള. മരിച്ചുപോയ അമ്മയുടെ ആത്മാവ് പൊറുക്കില്ല. മീനുവേട്ടത്തി ഹീറ്റർ ഓഫ് ചെയ്ത ശേഷം കുക്കർ എടുത്ത് താഴെ വെച്ചു. ഞായറാഴ്ചയായിരുന്നതിനാൽ വിനയൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, സ്വന്തം മുറിയിൽ. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് രേവ വിനയൻ്റെ അരികിൽ ഓടിയെത്തിയത്. നോക്കൂ വിനു, ഇപ്പോൾ ഈ നിമിഷം എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോകണം. വിനയൻ നിശബ്ദം നിർനിമേഷം അവളെ നോക്കിയിരുന്നതേയുള്ളൂ. എന്തെങ്കിലും വളരെ നിസ്സാരമായ ഒരു അസൗകര്യം സംഭവിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ പതിവ് സന്ദർശനത്തുന്ന അയൽക്കാരികളിൽ ആരെങ്കിലും നിന്ന് അവൾക്ക് അഹിതമായ വല്ല കമൻ്റ് ഉയർന്നു വീണിട്ടുണ്ടാവും. വിനു എന്താണ് ഇങ്ങനെ തുറച്ചു നോക്കിയിരിക്കുന്നത്? പറയുന്നത് കേട്ടില്ലേ? എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ആക്കൂ. കൊച്ചുകുട്ടികളുടേതുപോലുള്ള ശാഠ്യം. ആക്കാം. പക്ഷേ അതിനു മുമ്പ് പെട്ടെന്ന് ഇങ്ങനെ തോന്നാനുണ്ടായ കാരണവും ഒന്ന് വിശദീകരിച്ചു കൂടെ? വിനയൻ ചോദിച്ചു. എനിക്ക് യാതൊരു അവകാശവുമില്ലാത്ത, യാതൊരു സ്വാതന്ത്ര്യവുമില്ലാത്ത ഒരിടത്ത് ഞാൻ താമസിക്കില്ല, തീർച്ച. എനിക്കതിൻ്റെ ആവശ്യവുമില്ല. അത്രയും പറഞ്ഞ് അവൾ അയലിൽ നിന്നും ബ്രാക്കറ്റുകളിൽ നിന്നും വസ്ത്രങ്ങൾ വലിച്ചെടുത്ത് മടക്കി സൂട്ട് കേസിൽ അടുക്കാൻ തുടങ്ങി. നിനക്ക് ഈ വീട്ടിൽ അവകാശവും സ്വാതന്ത്ര്യവുമില്ലെന്ന് ആര് പറഞ്ഞു? രേവ ആ ചോദ്യം കേട്ടതായി നടിച്ചില്ല. കുട്ടേട്ടനിൽ നിന്നോ ഏട്ടത്തിയമ്മയിൽ നിന്നോ നിനക്ക് അനിഷ്ടമായ യാതൊരു വാക്കും പ്രവൃത്തിയും ഉണ്ടാവില്ലെന്ന് എനിക്ക് തീർച്ചയുണ്ട്.
പിന്നെ ആരാണ് ഇവിടെയുള്ളത്? അനിയനോ? അവനൊരു വികൃതി ചെക്കനാണ്, കഥയില്ലാത്തവൻ. അവൻ വല്ലതും പറഞ്ഞവനാണെങ്കിൽ ചുട്ട മറുപടി കൊണ്ട് അവനെ തിരുത്താനുള്ള അവകാശവും നിനക്കുണ്ട്. വേണ്ട, എനിക്ക് അത്ര അവകാശമൊന്നും വേണ്ട. എനിക്ക് വിനുവിൻ്റെ സ്നേഹം മാത്രം മതി. ഈ വീട്ടിലേക്ക് പോരുമ്പോൾ ഞാൻ അതുമാത്രമേ ആശിച്ചിട്ടുള്ളൂ. എൻ്റെ അച്ഛനെയും അമ്മയെയും പോലും മറന്നാണ് ഞാൻ വിനുവിനെ സ്നേഹിച്ചത്. എനിക്കെല്ലാം വിനു ആയിരുന്നു. ഇവിടെയാണെങ്കിൽ എനിക്ക് മറ്റാരെയെങ്കിലും കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയരുത് രേവേ. ഒരു നല്ല ഭാര്യയുടെ ലക്ഷണം എന്താണെന്ന് നിനക്കറിയോ? അവളുടെ മുഖത്ത് പുച്ഛം കൂട് കിട്ടി. ഞാൻ പഠിച്ച പാഠങ്ങളിലൊന്നും അതില്ലായിരുന്നു. എങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം. അവൻ സ്നേഹപൂർവ്വം അവളുടെ ചുമലിൽ കൈവച്ചു. ഭർത്താവിൻ്റെ കുടുംബാംഗങ്ങളെ കൊണ്ട് നല്ല അഭിപ്രായം പറയിക്കാൻ കഴിയുന്നവളാണ് ഏറ്റവും ഉത്തമമായ ഭാര്യ. ഓഹോ, അവൾ അവൻ്റെ കൈ തട്ടിമാറ്റി. അതിന് ഞാൻ പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്യണമായിരിക്കും. അപ്പോഴും വിനയൻ പുഞ്ചിരിച്ചതേ ഉള്ളൂ. ഒരു കണക്കിന് ഞാൻ അത്ര തന്നെ പാടുപെടേണ്ടി വരും. കാരണം ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുന്നത്ര എളുപ്പമല്ല അവളുടെ കുടുംബാംഗങ്ങളെ തൃപ്തിപ്പെടുത്തുക. അതിന് വധു അസാമാന്യ നന്മയുള്ളവളായിരിക്കണം. ഭാര്യയായി ഒരു കുടുംബത്തിലെത്തുന്ന പെൺകുട്ടി ഭർത്താവിനോട് മാത്രമല്ല പൊരുത്തപ്പെടേണ്ടി വരുന്നത്, ഒരു മുഴുവൻ കുടുംബത്തോടുമാണ്. അത് മറന്ന് പോകരുത്, പ്രത്യേകിച്ചും കൂട്ടുകുടുംബമാകുമ്പോൾ. എങ്കിൽ വിനു ഈ നാട്ടിൻപുറത്ത് തന്നെയുള്ള ഏതെങ്കിലും ഒരു മണക്കൂസ് പെണ്ണിനെ കണ്ടെടുക്കുകയായിരുന്നു ഉചിതം. ശരിയാണത്. എൻ്റെ തീരുമാനവും അതായിരുന്നു. എന്നാൽ രേവയുടെ സ്നേഹം നിഷേധിക്കാൻ എനിക്ക് കഴിയാതെ പോയി. അപ്പോൾ രേവ ഒരു പൊട്ടിത്തെറിയോടെ അവന് നേരെ തിരിഞ്ഞു. ഞാൻ സ്നേഹവുമായി വിനുവിനും പിമ്പെ വന്നതാണ് തെറ്റായി പോയത് അല്ലേ? ഞാനിത് കേൾക്കണം. അമ്പിളിമാമനെ വേണമെന്ന് പറഞ്ഞാൽ സാധിപ്പിച്ചു തരുന്ന എൻ്റെ അച്ഛനും അമ്മയെയും വേദനിപ്പിച്ചതിനുള്ള ശിക്ഷ. മക്കൾ ആവശ്യപ്പെട്ടാലുടൻ അമ്പിളിമാമനെ പിടിക്കാൻ കുതിക്കുന്ന അച്ഛനും അമ്മയും ചേർന്നാണ് നിന്നെ ഇങ്ങനെ വഷളാക്കിയത്. നോക്ക്, വിനു എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. അച്ഛനും അമ്മയും കുറിച്ച് മോശമായ ഒരക്ഷരം ഉരിയാടാൻ പാടില്ല. ആ വീറ് കണ്ട് വിനയന് ചിരി വന്നുപോയി. ഇത്രയും നേരം ഒരു നാടകത്തിൽ എന്ന പോലെ നമ്മൾ ഡയലോഗുകൾ കൈമാറി. എന്നിട്ട് നീ ഇപ്പോൾ ചൂടാവാനുണ്ടായ കാരണം എന്തെന്ന് മാത്രം പറഞ്ഞില്ല. ചോദിച്ചു നോക്ക് അമ്മിണിയോട്. വിനയന് നന്നേ ദേഷ്യം വന്നു. കൊള്ളാം. അപ്പോൾ നിന്നിൽ നിന്നൊരു കാര്യം അറിയണമെങ്കിൽ ഞാൻ നിൻ്റെ വേലക്കാരിയുടെ അടുത്ത് എന്ന് ചോദിക്കണം ഇല്ലേ? അവൾ പറഞ്ഞാലേ ശരിയാവും. വിനുവിൻ്റെ കാണപ്പെട്ട ദൈവമായി ഏട്ടത്തിയമ്മയുണ്ടല്ലോ. അവർ അവളുടെ മുന്നിലാണ് എന്നെ അവമാനിച്ചത്. എങ്ങനെ? മനസ്സിലാകുന്ന ഭാഷയിലെങ്ങാനും പറയൂ ദേവാ. എനിക്കും വിനുവിനുമുള്ള ചോറുണ്ടാക്കാനായി അമ്മിണി കുക്കർ കൊണ്ടുചെന്ന് ഹീറ്ററിൽ വെച്ചതേയുള്ളൂ. അവരപ്പോൾ ഹീറ്റർ ഓഫാക്കിയിട്ട് കുക്കർ എടുത്ത് ഒറ്റയേറ് എറിഞ്ഞിട്ടുണ്ടാവില്ല, എടുത്ത് താഴെ വെച്ച് കാണും. വിനയൻ തിരുത്തി. അതെ, അത്രയും പോരെ? ആ സ്ഥിതിക്ക് എനിക്കിവിടെ എന്ത് അവകാശമാണുള്ളത്, എന്ത് സ്വാതന്ത്ര്യമാണുള്ളത്? വിനു ചോദിച്ചു. വിനു പറയൂ, നീ അമ്മിണിയമ്മയെ കൊണ്ട് ചോറുണ്ടാക്കാൻ തുനിഞ്ഞെന്തിന്? ഏട്ടത്തിയമ്മ എന്താ നിന്നെ ഇവിടെ പട്ടിണി ഇടുന്നുണ്ടോ? അവരുണ്ടാക്കുന്ന കന്നാലി തീറ്റ വിനുവിനെ രുചിക്കൂ. എനിക്ക് പറ്റില്ല. ശരിയാണ്, അവരുണ്ടാക്കുന്ന കന്നാലി തീറ്റയുടെ രുചി ലോകത്തിൽ മറ്റെവിടെ നിന്നും ലഭിക്കുന്ന ഭക്ഷണത്തിലും എനിക്ക് അനുഭവപ്പെടില്ല. പെറ്റമ്മ ഉണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെ രുചി എൻ്റെ നാവിന് ഓർമ്മയില്ല. പക്ഷേ ചെറുപ്പം മുതലേ ഞാൻ എൻ്റെ ഏട്ടത്തിയമ്മയുടെ കൈകൊണ്ടുള്ള ഭക്ഷണം കഴിച്ച് വളർന്നതാണ്. വിനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എൻ്റെ ഏട്ടനേക്കാൾ, എന്തിന് എൻ്റെ അമ്മയേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടവളാണ് എൻ്റെ ഏട്ടത്തിയമ്മ. ഏട്ടത്തിയമ്മ ഏട്ടത്തിയമ്മ ഏട്ടത്തിയമ്മ. ദേവയുടെ സഹനം നഷ്ടപ്പെട്ടു. എന്തിന്, എവിടെയും ഏട്ടത്തിയമ്മ. അവരോടുള്ള വിനുവിൻ്റെ ഭക്തിയാണ് സകല നാശങ്ങൾക്കും കാരണം. എനിക്ക് മടുത്തു. ആ സ്ത്രീയെ ഞാൻ വെറുത്തു തുടങ്ങി. വന്ധ്യയായ ആ സ്ത്രീയോട് വിനു സഹതിപ്പിച്ചോളൂ, അത് ന്യായം. പക്ഷേ ഈ ഭ്രാന്ത്. എന്തടി നീ പറഞ്ഞത്? ഇഡിയറ്റ്. വിനയൻ്റെ ശബ്ദമുയർന്നു. എൻ്റെ ഏട്ടത്തിയമ്മ വന്ധ്യയെന്നോ? നിന്നോട് ഇതാരാണ് പറഞ്ഞു തന്നത്? നോക്ക്, നിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ ഞാനുണ്ടല്ലോ വിനയൻ, നിൻ്റെ ഒബീഡിയൻ്റ് ഹസ്ബൻഡ്, ഹെൻബക്കഡ്. അവനിന്ന് ജീവിച്ചിരിക്കുന്നത് നിൻ്റെ ഭർത്താവായിരിക്കുന്നതും അവർ കാരണമാണ്. എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ആ ത്യാഗിനി സ്വന്തം മാതൃത്വം ബലി കൊടുത്തത്. അവർ വന്ധ്യയാണെന്ന് അല്ലേ? സഹതപിച്ചോളാൻ അല്ലേ? അവരുടെ മൂത്ത മകനാണടി ഞാൻ. അത്രയും എത്തിയപ്പോൾ അവൻ കരഞ്ഞുപോയി. വിനയാ, ഒരു താക്കീത്. മുന്നിൽ കത്തുന്ന കണ്ണുകളോടെ കുട്ടേട്ടൻ്റെ വാലായി മീനുവേട്ടത്തി. എന്താ ഇത്? ഒരിടത്തു നിന്ന് ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ട് അതിനെ ദണ്ണിക്കുക. ഏട്ടനറിയുമോ, ഇവൾക്ക് വേണ്ടി എൻ്റെ കാണപ്പെട്ട ദൈവമായി എൻ്റെ ഏട്ടനെ കൊണ്ട് ഞാൻ ഇവളുടെ പണപ്പിശാചായ തന്തയുടെ മുന്നിൽ മാപ്പ് പറയിച്ചു. ഇല്ല, ഇതിലധികം ഒരു ത്യാഗം ഇവൾക്ക് വേണ്ടി ഞാൻ ചെയ്യാനില്ല. വിനു മാത്രമല്ല ത്യാഗം അനുഭവിച്ചത്. രവിയുടെ ശബ്ദം ഉയർന്നു. നിങ്ങൾക്ക് വേണ്ടി എൻ്റെ അച്ഛനെയും അമ്മയെയും കുറച്ചൊന്നുമല്ല ഞാൻ നിരാശപ്പെടുത്തിയത്. എത്ര പട്ടിണി കിടന്നു. അച്ഛൻ്റെയും എൻ്റെയും എത്ര ശഹാരം കിട്ടു. ഹൈ ലെവലിൽ നിന്നുള്ള എത്രയെത്ര വിവാഹാലോചനകളാണ് ഞാൻ തട്ടിയെറിഞ്ഞത്. ശരിയാണ് മോളെ, കുട്ടേട്ടൻ അവളെ ആശ്വസിപ്പിച്ചു. രണ്ടാളും ഒത്തിരി ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. സ്നേഹം സാക്ഷാത്കരിക്കാൻ ത്യാഗം സഹിക്കാതെ പറ്റില്ല. പക്ഷെ അതേപ്പറ്റി അന്യോന്യം കണക്ക് പറയുന്നത് മോശമാണ്. ഞാൻ അനുഷ്ഠിച്ച ത്യാഗങ്ങൾക്ക് കണക്കേ ഇല്ലല്ലോ.
പിന്നെ എങ്ങനെ ഇത് പറയാനാകും? അവൾ വാദിച്ചു. ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ, ഈ അപമാനത്തിൽ എനിക്കിവിടെ കഴിയാൻ പറ്റില്ലെന്ന്. അപമാനമോ? കുട്ടേട്ടൻ അത്ഭുതമായി. ഞാനാണ് അടുക്കളയിൽ ഹീറ്റർ പിടിപ്പിച്ചത്. ഞാൻ പറഞ്ഞിട്ടാണ് ഹീറ്ററിൽ അമ്മണി കുക്കർ കൊണ്ടുവന്ന് വെച്ചത്. പക്ഷേ ഈ സ്ത്രീ, രേവ മീനുവേട്ടത്തേക്ക് നേരെ കൈ ചൂണ്ടി. ഹീറ്റർ ഓഫ് ചെയ്തിട്ട് കുക്കർ ഇറക്കി താഴെ വെച്ചു. അതൊരു തെറ്റാ വിനയൻ ചോദിച്ചു. ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ തന്നെയാവും അത് ചെയ്യുക. എന്തിന്? കുട്ടേട്ടൻ വിനയനെ രൂക്ഷമായി നോക്കി. ഈ വീട്ടിൽ ഈ കുട്ടിക്കും മീനുവിനും തുല്യ അവകാശമാണ്. രവിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സഹായം ചെയ്തു കൊടുക്കുകയല്ലേ വേണ്ടത്? കുട്ടേട്ടൻ തിരിഞ്ഞ് മീനുവേട്ടത്തിയെ നോക്കി. എന്താ മീനു ഈ കേൾക്കണത്? മീനുവേട്ടത്തി മുഖം താഴ്ത്തി നിന്ന് വളരെ പതുക്കെ പറഞ്ഞു. കുക്കറിൽ അരിയും എടുത്തുകൊണ്ടാണ് അമ്മിണി വന്നത്. അപ്പോഴേക്കും ഞാൻ എല്ലാവർക്കുമുള്ള ചോറ് വാർത്ത് തടക്കമിട്ട് കഴിഞ്ഞിരുന്നു. പിന്നെ വീണ്ടും അരി വയ്ക്കുന്നത് എന്തിനെന്ന് നനച്ചാണ് ഞാൻ മീനുവേട്ടത്തിൽ പാതിയിൽ നിർത്തി. അപ്പോൾ രേവ തുടങ്ങി. എനിക്ക് കഞ്ഞി ഇഷ്ടമല്ലെന്ന് എല്ലാവർക്കും അറിയാം. കഞ്ഞിവെള്ളം വാർത്ത് കളഞ്ഞ ചോറും ഇഷ്ടമല്ല. കുക്കറിൽ പറ്റിച്ച് പ്രിപ്പയർ ചെയ്തേ ഞാൻ കഴിക്കാറുള്ളൂ. എൻ്റെ വീട്ടിൽ എൻ്റെ കാര്യം നോക്കാൻ മാത്രം പ്രത്യേക സെർവൻസ് ഉണ്ട്. പക്ഷെ ഒരു വീട്ടിൽ 2 അടുക്കളയും ഒരടുപ്പിൽ 2 കലവും പാടില്ലെന്ന് അമ്മ പറയുമായിരുന്നു. ഐശ്വര്യക്കേടാണത്തെ. അതുകൊണ്ടാണ് ഞാൻ കുക്കർ ഇറക്കി വെച്ചത്. മീനുവേട്ടത്തി കുറ്റം സമ്മതിച്ചു. ഒരു വീട്ടിൽ 2 അടുക്കള പാടില്ല എന്നതൊക്കെ പണ്ടത്തെ ചിട്ടകളല്ലേ മീനു? കാലം ഇപ്പോൾ മാറിയില്ലേ? ഒരു വീട്ടിൽ ഓരോരുത്തർക്കും വ്യത്യസ്ത അഭിരുചികളായിപ്പോയാൽ ചിലപ്പോൾ 2 അല്ല 4ഉം 5ഉം അടുക്കള തന്നെ വേണ്ടിവരും. അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അവൾ ഉണ്ടാക്കി കഴിച്ചോട്ടെ. കഴിഞ്ഞാൽ നീ തന്നെ അവളുടെ ഇഷ്ടമറിഞ്ഞുണ്ടാക്കി കൊടുത്തോളൂ. വേണ്ട, രേവ മുഖം വെട്ടിത്തിരിച്ചു. എൻ്റെ ഇഷ്ടമറിഞ്ഞുണ്ടാക്കാൻ അച്ഛൻ എനിക്കൊരു വേലക്കാരി അയച്ചു തന്നിട്ടുണ്ട്. ശരി എങ്കിൽ അങ്ങനെ, കുട്ടേട്ടൻ സമ്മതിച്ചു. അത് കണ്ട് അമ്മയുടെ ആത്മാവ് മീനുവേട്ടത്തെ വീണ്ടും അർത്ഥോക്തിയിൽ നിർത്തി. അമ്മയുടെ ആത്മാവ് കാക്ഷിക്കുന്നത് കുടുംബസമാധാനമാണ് മീനു. അത് തകർത്തുകൊണ്ട് അമ്മയുടെ വാക്കിൽ മാത്രം നാം പിടിച്ചു തൂങ്ങിയിട്ട് എന്തേ കാര്യം? കുട്ടേട്ടൻ്റെ ന്യായത്തിന് മുന്നിൽ മീനുവേട്ടത്തി മുഖം താഴ്ത്തി. അമ്മിണി അടുക്കളയിലെത്തി കുക്കറെടുത്ത് ഹീറ്ററിൽ വെച്ച് ഹീറ്റർ ഓണാക്കി. രേവയേക്കാൾ വിജയാഹ്ലാദം അമ്മിണിക്കായിരുന്നു. അവൾ തിടുക്കത്തിൽ ജോലി തുടങ്ങി. രാത്രിയിൽ കിടക്കറയിൽ വെച്ച് കുട്ടേട്ടൻ മീനുവേട്ടത്തിയോട് തിരക്കി. പകലത്തെ സംഭവത്തിൽ മീനുവിന് പിണക്കമുണ്ടോ? എന്തിനു? ആദ്യമായിരുന്നു ഞാൻ നിന്നെ തിരുത്തണത്. തെറ്റ് കാട്ടിയാൽ തിരുത്തുക തന്നെ വേണം. എൻ്റെ തെറ്റെനിക്ക് ബോധ്യമായി. എന്നാൽ ഇനി പറയട്ടെ, നീ ചെയ്തതൊരു തെറ്റായിരുന്നില്ല. മീനുവേട്ടത്തി അതിശയത്തിൽ കുട്ടേട്ടനെ നോക്കി. നീ ചെയ്തതായിരുന്നു ശരി. ഒരു വീട്ടിൽ ഒരു അടുക്കള എന്നത് ഐക്യത്തിൻ്റെ തത്വമാണ്. എന്നിട്ടും നിന്നെ ഞാൻ തിരുത്തി. കാരണം എന്തെന്നോ? ഞാൻ നിന്നെ തിരുത്തിയില്ലെങ്കിൽ ആ കാരണം പറഞ്ഞ് രേവ ഈ വീട് വിട്ടു പോയെന്ന് വരും. അതുമൂലം നശിക്കുന്നത് വിനുക്കൂട്ടൻ്റെ മനസ്സുഖമാണ്. അടുക്കളയിലെ കൊടുങ്കാറ്റ് വളരെ വൈകിയാണ് അനിയൻ്റെ കാതിലെത്തുന്നത്. പുതിയ ഏട്ടത്തിയമ്മ വന്നതോടെ വീട് അവന് അന്യമായി തോന്നി തുടങ്ങിയിരുന്നു. അവരുടെ കണ്ണിലെ സ്ഥായിയായ പുച്ഛഭാവം അവനെ അകറ്റി നിർത്തി. സുന്ദരികൾക്കും ക്രൂരരാവാൻ കഴിയുമെന്ന് അവരാണ് അവനെ മനസ്സിലാക്കിച്ചു കൊടുത്തത്. ആളൊരു കലാകാരിയാണെന്നറിഞ്ഞപ്പോൾ അവന് നിറഞ്ഞ ആഹ്ലാദമായിരുന്നു. ഒരു നാൾ അവർ കേൾക്കാനായി മാത്രം അവൻ സ്വന്തം മുറിയിലിരുന്ന് തബല കൊട്ടി പാടി. ഏട്ടത്തിയമ്മ കടന്നു വരുമെന്നും അഭിനന്ദിക്കുമെന്നും അവൻ സങ്കല്പിച്ചു. സംഭവിച്ചത് വിപരീതമായാണ്. അവർ സ്വന്തം മുറിയുടെ വാതിൽ കുട്ടിയടച്ചു. അവൻ്റെ ശബ്ദത്തെ അടിച്ചമർത്തിക്കൊണ്ട് അടഞ്ഞ മുറിയിൽ നിന്ന് കാസറ്റ് സംഗീതം അലച്ചു വന്നു. തല ചെകിടിപ്പിക്കുന്ന പാശ്ചാത്യ സംഗീതം. സ്റ്റാറ്റസ് സിംബൽ കീപ്പ് ചെയ്യാൻ വളരെ ശ്രദ്ധിക്കുന്ന അച്ഛൻ്റെ നിർബന്ധപ്രകാരം മത്സരത്തിന് വേണ്ടി മാത്രമായി ഭരതനാട്യത്തിലെ ഏതോ 1-2 ഐറ്റംസ് പരിശീലിപ്പിച്ചെടുത്തതാണത്രേ. ഇൻ്റർ കോളേജിയേറ്റ് മത്സരത്തിൽ ഒരു ജഡ്ജിയായിരുന്ന ഹേമാംബികാദേവി തന്നെയായിരുന്നു പരിശീലനം നൽകിയതും. അങ്ങനെ അർപ്പണ മനോഭാവമുള്ള വർഷങ്ങളുടെ പരിശീലനമുള്ള കുട്ടികളെ പിന്നിലാക്കിക്കൊണ്ട് രേവയേട്ടത്തി 1ാം സ്ഥാനത്തെത്തി. ഒരു യഥാർത്ഥ കലാകാരനായ അനിയനെ ഞെട്ടിപ്പിച്ച അറിവായിരുന്നു അത്. വിനയന് നന്നേ സങ്കടമുണ്ടായി. വീട്ടിലുള്ളപ്പോഴെല്ലാം രേവയുടെ സന്തോഷത്തിന് വേണ്ടി അവളോട് ഒന്നിച്ചിരുന്നു ഭക്ഷണം കഴിക്കേണ്ടി വന്നു. അവളാണെങ്കിൽ വീട്ടിലെ മറ്റംഗങ്ങളുടെ സാമീപ്യത്തെ വെറുക്കുകയും തങ്ങളുടെ ഊണ് കഴിഞ്ഞിട്ടേ കുട്ടേട്ടനും അനിയനും ഇരിക്കാറുള്ളൂ. രേവ വിളമ്പുന്നത് അമ്മിണി ഉണ്ടാക്കിയ ഉപദംശങ്ങളാണ്. ഇംഗ്ലീഷ് കായ്കറികൾ കൊത്തിയരിഞ്ഞ് കടുത്ത മസാലകൾ ചേർത്ത് പാതി വേവിച്ചവ. പിന്നെ ചോറോ ചപ്പാത്തിയോ അല്ലെങ്കിൽ ബ്രെഡും ജാമും, ചിലപ്പോൾ ബിസ്ക്കറ്റും പഴങ്ങളുമേ കാണൂ. മീനുവേട്ടത്തിയുടെ എരിവും പുളികളുമുള്ള മസാലകൾ തൊടിക്കാത്ത പാകത്തിന് ചേരുവകൾ ചേർത്ത കൂട്ടാൻ കൂട്ടി ഉണ്ണാൻ അവൻ എന്നത്തേതിലും കുതിച്ചു. ആ അവിയലിൻ്റെ സ്വാദ് ഓർക്കുമ്പോൾ വിരിയന് വായിൽ വെള്ളം മൂറും. തേങ്ങ ചുട്ടരച്ച ചമ്മന്തിയിൽ ഒരു നുള്ളെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. രേവയ്ക്ക് വേണ്ടി അവനെ ആഗ്രഹം കടിച്ചൊതുക്കി. അമ്മിണിയുടെ കറികൾ പുളിച്ചു കിട്ടും. എങ്കിലും കഴിച്ചെന്ന് വരുത്തി പെട്ടെന്ന് കൈ കഴുകും. അപ്പോഴും രേവ പരിഭവിക്കും. വിനുവിനൊന്നും പിടിക്കാനുണ്ടാവില്ല. അല്ലെങ്കിൽ ഏട്ടത്തി അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കുന്നതല്ലേ രുചിക്കൂ. അവൻ അപ്പോൾ അവളെ തറപ്പിച്ച് നോക്കും. സകല ദേഷ്യവും ആ നോട്ടത്തിൽ ഒതുക്കും. പിന്നെ തിരിഞ്ഞു നടക്കും. ഹയർ പർച്ചേസിൽ ഒരു ബൈക്ക് വാങ്ങാൻ കഴിഞ്ഞതോടെ ദിവസവുമുള്ള യാത്ര എളുപ്പമായി. നടവരമ്പിലൂടെ
അതൊരുവിധം ഉന്തിക്കൊണ്ട് വന്ന് വീടിൻ്റെ ചാപ്പറയിൽ സൂക്ഷിക്കാനും കഴിഞ്ഞു. ബൈക്ക് വാങ്ങിയതിലുള്ള സന്തോഷം പൊതിഞ്ഞു വെച്ച് രേവ ഇടയ്ക്കിടെ പരാതിപ്പെട്ടു. ഞാൻ ഉപയോഗിച്ച കാർ എൻ്റെ പേരിൽ വിട്ടുതരാമെന്ന് അച്ഛൻ പറഞ്ഞതാണ്. പക്ഷെ അതെങ്ങനെയാണ് ഈ ത്രിശങ്കു സ്വർഗത്തിലേക്ക് കടത്തിക്കൊണ്ട് വരിക? എങ്കിൽ അച്ഛനോട് ഒരു ഹെലികോപ്റ്റർ വാങ്ങി തരാൻ പറയാൻ പാടില്ലായിരുന്നോ? സഹി കേട്ടപ്പോൾ ഒരു ദിവസം വിനിയൻ തിരിച്ചടിച്ചു. രേവയുടെ മുഖം ചുവന്നു തൊടുത്തു. അല്ലെങ്കിലും എൻ്റെ അച്ഛനെയും അമ്മയും പറ്റി കേൾക്കുന്നത് തന്നെ വിനിയന് ദേഷ്യ. എൻ്റെ കുടുംബാംഗങ്ങളെപ്പറ്റി കേൾക്കണുണ്ടല്ലോ. നിഴൽ കണ്ടാൽ പോരെ നിനക്ക് ദേഷ്യം വരാൻ? എൻ്റെ അച്ഛനെ പോലെ മക്കളെ സ്നേഹിക്കാൻ ഈ ലോകത്തിൽ മറ്റൊരച്ഛനും കഴിയില്ല. മക്കളെയല്ലേ സ്നേഹിക്കുന്നത്? അതൊരത്ഭുതമല്ല. സ്വന്തം മക്കളെ സ്നേഹിക്കുന്നതിൽ യാതൊരു മഹത്വവുമില്ല. മനുഷ്യൻ്റെ സ്വാർത്ഥതയോടെ ഒരു ഭാഗമാണത്. എന്നാൽ ഭൂമിയിലുള്ള മനുഷ്യനെ മൊത്തം സ്നേഹിക്കാൻ കഴിയുമോ? അതാണ് മഹത്വം. വിനുവിൻ്റെ കുട്ടേട്ടൻ അങ്ങനെയായിരിക്കും. വാക്കുകളിൽ പതിയുന്ന പരിഹാസം. എന്താ സംശയം? വിനയൻ ചോദിച്ചു. ദേശത്ത് നടക്കുന്ന ഏത് നല്ല കാര്യങ്ങൾക്കും എൻ്റെ കുട്ടേട്ടൻ ഉണ്ടാവും മുന്നിൽ. ഏത് കാര്യം തീരുമാനിക്കാനും ദേശക്കാർ തേടിയെത്തുക ഏട്ടനെയാണ്. സഹായം വേണ്ടപ്പോൾ അവരുടെ ശരണസ്ഥാനവും ഏട്ടനാണ്. ഏട്ടൻ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റോ അധികാരിയോ രാഷ്ട്രീയ നേതാവോ അല്ല. രേവയുടെ അച്ഛനെ പോലെ എൻ്റെ ഏട്ടൻ പണവും വാരിക്കൂട്ടിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മഹത്വം ആ മനുഷ്യത്വവും നന്മയുമാണ്. മതിയല്ലോ ഡയലോഗ്. ഇത് ഏത് 3ാം ക്ലാസ് സിനിമയിൽ നിന്ന്? വിനയൻ പൂർത്തിയാക്കും മുമ്പ് രേവ കാതു പൊത്തിക്കൊണ്ട് കിടക്കിയിൽ കമിഴ്ന്നു കിടന്നു. അവന് കലശലായ ദുഃഖം തോന്നി. സത്യത്തിൽ കുട്ടേട്ടനെ വേദനിപ്പിച്ചുകൊണ്ട് തെയ്യണ്ണിമേനോൻ എന്ന പണച്ചാക്കൻ്റെ മുന്നിൽ അദ്ദേഹത്തെ കൊണ്ട് മാപ്പ് പറയിക്കുക പോലും ചെയ്തത് കൊണ്ട് താൻ എന്തിനിങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നു? അന്യോന്യം മനസ്സിലാക്കാൻ കഴിയാത്ത ഇത്തരമൊരു ദാമ്പത്യം കൊണ്ട് എന്ത് നേട്ടം? ഇതിൽ ഭേദം സന്തോഷപൂർവ്വം പിരിയുന്നതല്ലേ? പഠനം കഴിഞ്ഞ് കുറേ നാൾ സ്വതന്ത്രമായും ആഹ്ലാദമായും ചിലവിടാൻ കഴിഞ്ഞില്ല. കുട്ടേട്ടനെയും മീനുവേട്ടത്തെയും ഏതെങ്കിലും രീതിയിൽ സഹായിക്കാനോ അവരോടുള്ള കടപ്പാട് അല്പമെങ്കിലും നിറവേറ്റാനോ കഴിഞ്ഞില്ല. പകരം ഇന്നും തൻ്റെ മനസ്സൗഖ്യത്തിന് വേണ്ടി അവർ ത്യാഗം അനുഭവിക്കുന്നു. രേവയെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഇത്ര പെട്ടെന്ന് കല്യാണത്തിന് സമ്മതിച്ചത്. സത്യത്തിൽ രേവയ്ക്ക് ചേരുന്നയാൾ വിദേശത്ത് ജോലി ചെയ്തിരുന്ന പട്ടണപരിഷ്കാരിയും ധനികനുമായ ആ ആർക്കിടെക്റ്റ് തന്നെയായിരുന്നു. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് എത്തി നിൽക്കുന്നവർ, വിട്ടുവീഴ്ചയ്ക്ക് മനസ്സില്ലാത്തവർ കൂടിയായാൽ സമാന്തരമായ ചിന്തകളായിരുന്നു രേവയെ അസ്വസ്ഥതപ്പെടുത്തിയത്. എന്തിനു വേണ്ടി താൻ പട്ടിണി കിടന്ന് സ്വന്തം അച്ഛനോട് പൊരുതി ഓണം കയറാ മൂലയിലുള്ള ഈ 4 പുരയിൽ വന്നു കയറി? വിനു പോലും പിന്തിരിപ്പിച്ചതാണ്. അപ്പോഴും ആശിച്ചത് ഒന്നേ ഉള്ളൂ, വിനുവിൻ്റെ സ്നേഹം. എന്നിട്ടിപ്പോൾ വിനു പോലും തൻ്റെ ശത്രുവായി. തൊട്ടതിനൊക്കെ കുത്തുവാക്കുകൾ. വിനുവിൻ്റെ ദൈവം ഏട്ടനും ഏട്ടത്തിയമ്മയുമാണ്. അവരൊന്നിക്കുമ്പോൾ എന്ത് സന്തോഷമാണ്, ചിരിയാണ്, തമാശകളാണ്. തൻ്റെ അടുത്തെത്തുമ്പോൾ മാത്രം മുഷിഞ്ഞ മൗനം. എന്തിനോ സദാ അകൽച്ചയിലെ വിനു നിൽക്കൂ. ഒന്നുമില്ലെങ്കിൽ ഈ പരിസരവുമായി പൊരുത്തപ്പെടാനുള്ള തൻ്റെ ബുദ്ധിമുട്ടെങ്കിലും വിനു മനസ്സിലാക്കണമായിരുന്നു. വല്ലപ്പോഴുമെങ്കിലും ഒരു ആശ്വാസവാക്ക്, സാന്ത്വനത്തിൻ്റെ ഒരു തലോടൽ ലഭിച്ചിരുന്നെങ്കിൽ ഏത് ദുഃഖവും താങ്ങാൻ, എന്ത് അസൗകര്യത്തിലും പൊരുത്തപ്പെടാൻ ശ്രമിക്കുമായിരുന്നു. വിനുവിന് പക്ഷേ എപ്പോഴും ഒരു തരം അമർഷം മാത്രമാണ്. ഏട്ടനോടും ഏട്ടത്തിയമ്മയോടും ഇത്രമാത്രം അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ തൻ്റെ സ്നേഹത്തിന് മുന്നിൽ വിനുവിന് ധൈര്യമായും നിഷേധം പ്രകടിപ്പിക്കാമായിരുന്നല്ലോ. കാല് പിടിക്കാനൊന്നും പോവില്ലായിരുന്നു. പക്ഷേ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ വിനുവിൻ്റെ മുഖത്ത് നിറഞ്ഞു തുളുമ്പുന്ന താല്പര്യമാണ് കണ്ടത്. അതായിരുന്നു ശക്തി പകർന്നത്. എന്തായിരുന്നിരിക്കുമോ വിനുവിൻ്റെ ലക്ഷ്യം? അച്ഛൻ്റെ പണമോ? അങ്ങനെയൊന്നും സംശയിക്കാനേ കഴിയുന്നില്ല. അത്ര അഭിമാനിയാണ് ആൾ. എങ്കിൽ വീട്ടിൽ വന്ന ദിവസം സുന്ദരിമാമി എന്ന സ്ത്രീ പറഞ്ഞത് രേവയുടെ മനസ്സ് ആകെ കുഴുങ്ങി. പക്ഷേ വിനുവിനോ തന്നോട് താൻ പ്രതീക്ഷിച്ചതിൻ്റെ പാതി പോലും സ്നേഹമില്ലെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഉണ്ടായിരുന്നെങ്കിൽ തന്നെ സന്തോഷിപ്പിക്കാനായി താൽക്കാലത്തേക്കെങ്കിലും ഈ വീട്ടിൽ നിന്നൊന്നും മാറ്റി നിർത്താൻ ശ്രമിക്കുമായിരുന്നു. ഒരു മധുവിധ യാത്ര പോലും ഉണ്ടായില്ല. മാറി താമസിക്കുന്നതിനെപ്പറ്റി പലവട്ടം സൂചിപ്പിച്ചതാണ്. അപ്പോഴൊക്കെ ഒരേ മറുപടിയായിരുന്നു. ഏട്ടനും ഏട്ടത്തിയമ്മയും എന്ത് വിചാരിക്കും? അവരാണെന്നെ വളർത്തിയത്, അവരാണെന്നെ പഠിപ്പിച്ച് ഈ നിലയിലെത്തിച്ചത്. ഞാനൊരു നിലയ്ക്കെത്തുമ്പോൾ അവരെ വിട്ടുപോയാൽ അതുകൊണ്ട് നമ്മൾ എല്ലാ കാലവും ഇങ്ങനെ അവരോടൊപ്പം കഴിയണമെന്നാണോ? പക്ഷേ വിനു മറുപടി പറഞ്ഞില്ല. അച്ഛനമ്മമാർ നഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ മൂത്ത സഹോദരങ്ങളുടെ തണലിൽ ജീവിക്കേണ്ടതായി വരും. അവരുടെ സഹായത്തിൽ വളർന്നു പഠിച്ച് കരപേറ്റേണ്ടതായും വരും. അതിൻ്റെ പേരിൽ എക്കാലവും അവരോടൊപ്പം അടിമയായി കഴിയണമെന്ന് നിർബന്ധമുണ്ടോ? അപ്പോഴൊക്കെ വിനു കണ്ണടച്ച് നിശബ്ദം ഒരേ കിടപ്പായിരിക്കും. ഒരു രാത്രി കിടക്കറയിൽ വെച്ച് രേവ സ്നേഹപൂർവ്വം നിർബന്ധിച്ചു നോക്കി. നോക്കൂ വിനു, കൂട്ടുകുടുംബ സമ്പ്രദായം ഇന്ന് എല്ലാവരും ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ആളുകൾ ആഗ്രഹിക്കുന്നത് സ്വന്തം കൊച്ചു കുടുംബമാണ്. ഞാനും അതാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ മാത്രമായ ഒരു സ്വകാര്യ ഭവനം. വിവാഹിതയാവുന്ന ഏത് പെണ്ണും ആഗ്രഹിക്കുന്നത് അതാണ്. അതൊരു അതിമോഹമാണെന്ന് വിനുവിന് പറയാൻ കഴിയുമോ? ഉടൻ വിനു തിരിഞ്ഞു കിടന്നു. ഉത്തരം മുട്ടുമ്പോൾ മുഖം തിരിക്കുന്നു. രേവ വിടാതെ പിടിച്ചു കുലുക്കിയപ്പോൾ സഹി കെട്ടുന്നോണം അവൻ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. ഞങ്ങൾ ഏട്ടാനുജന്മാരും ഏട്ടത്തിയമ്മയും തമ്മിലുള്ളത് ഒരു സാധാരണ ബന്ധമല്ല. ഞങ്ങൾക്കങ്ങനെ പിരിയാൻ കഴിയില്ല. പിരിയുന്നില്ലല്ലോ, രേവ ക്ഷമാപൂർവ്വം വിശദീകരിച്ചു കൊടുത്തു. നമുക്ക് കൂടെ വന്ന് ഇവരെ സന്ദർശിക്കാമല്ലോ. അതുപോലെ മാസം തോറും വിനുവിൻ്റെ ശമ്പളത്തിലൊരു വീതം.
അത് മുഴുവനാക്കാൻ വിനയൻ അനുവദിച്ചില്ല. അങ്ങനെ പിച്ച പറ്റി കഴിയുന്നവനല്ല എൻ്റെ കുട്ടേട്ടൻ. ഇന്നും താനെ അധ്വാനിച്ചാണ് അദ്ദേഹം കുടുംബം പുലർത്തുന്നത്. രേവയ്ക്കറിയില്ല, കുട്ടേട്ടൻ ഒരു സാധാരണ മനുഷ്യനല്ല. അഭിമാനം നഷ്ടപ്പെട്ടാൽ പിന്നെ അദ്ദേഹം ജീവിച്ചിരിക്കില്ല. ഇതാണ് കഷ്ടം. രേവയ്ക്ക് ദേഷ്യവും സങ്കടവും ഒന്നിച്ചു വന്നു. ഈ ഭ്രാന്തമായ ആരാധന. ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും വ്യക്തിത്വത്തിൻ്റെ പ്രഭാപൂരത്തിൽ വേറും നിഴലുകളാണ് നിങ്ങൾ അനുജന്മാർ. സ്വന്തം നിലനിൽപ്പ് പോലും ഇല്ലാതെ. ദേ വിനു, എനിക്കുമുണ്ട് സഹോദരങ്ങൾ, ഏട്ടനും ഏട്ടത്തിമാരും. രേവ പറഞ്ഞു നിർത്തിയില്ല. വിനയൻ പൊട്ടിത്തെറിച്ചു. നോവൽ തുടരും.